ഹലോ ഗായ്സ്, ഈദ് മുബാറക്. എങ്ങനെ പോണ് എല്ലാവരുടെ പെരുന്നാളൊക്കെ? എൻ്റെ പെരുന്നാൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പെരുന്നാൾ ഉറപ്പിച്ച് കഴിഞ്ഞ് പള്ളിയിൽ തക്ബീർ കേട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് മൈലാഞ്ചി ഇടൽ തന്നെയാണ്. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മൈലാഞ്ചി ഇടാൻ അറിയില്ല എന്നുണ്ടെങ്കിലും പെരുന്നാളിൻ്റെ തലേദിവസം മൈലാഞ്ചി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് അറിയണ രീതിയിൽ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ട് ഞാൻ എൻ്റെ കയ്യിലും ഉമ്മയുടെ കയ്യിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം പെരുന്നാളിൻ്റെ അന്ന് കൈയൊക്കെ ചോന്ന് കഴിഞ്ഞ് കാണുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇതാണ് അവസ്ഥ, നന്നായിട്ട് ചോന്നിട്ടുണ്ട്. ഞാൻ പിന്നെ എല്ലാ പെരുന്നാളിലും നമ്മുടെ സിങ് തന്നെയാണ് ഇടാറ്. ഓർഗാനിക് ആയിട്ടുള്ള കോണൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ വന്നിട്ട് പെരുന്നാളിൻ്റെ ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ റെഡിയാക്കുന്നത് നോക്കി നിൽക്കും. പിന്നെ വാപ്പി രാവിലെ തന്നെ പള്ളിയിൽ പോകാനായിട്ട് കുളിച്ച് റെഡിയായിട്ട് പള്ളിയിൽ പോവാണ്. പിന്നെ ഞാനും ഉമ്മയാണെങ്കിൽ പെരുന്നാളിന് ബിരിയാണി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഉമ്മ സവാള അരിയുന്നുണ്ട്. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സാധനം ഇല്ലാണ്ട് എനിക്ക് പെരുന്നാളില്ല കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെരുന്നാളിൻ്റെ ടൈമിൽ ഇത് എന്തായാലും വീട്ടിൽ വാങ്ങണ ഒരു സംഭവമാണ്. അങ്ങനെ ഉമ്മ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പണികളൊക്കെ എൻ്റെ തലയിലാണ് കേട്ടോ. അതായത് ചിക്കൻ റോസ്റ്റ് ചെയ്യണ പരിപാടി എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് റോസ്റ്റ് ചെയ്യണത് കേട്ടോ. ഉമ്മയാണെങ്കിൽ ബിരിയാണി റൈസ് ഉണ്ടാക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ കലം സ്റ്റൗവിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അടുപ്പിൽ വെക്കുന്നത്. പിന്നെ നമുക്ക് 2 ഗസ്റ്റൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചധികം ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ബിരിയാണി ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാളായി കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഒരു ബിരിയാണി മണമായിരിക്കും. അങ്ങനെ റൈസ് വെന്ത് കഴിഞ്ഞിട്ട് ഉമ്മ ബിരിയാണി ദമ്മിടാണ് കേട്ടോ. ആദ്യം തന്നെ കളർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ റൈസ് ഇടുന്നുണ്ട്, പിന്നെ നമ്മുടെ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് ഇടുന്നുണ്ട്, പിന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇടുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് ബിരിയാണി ദമ്മിട്ട് മൂടി വെക്കാനായിട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ബിരിയാണിയുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഒരു 1 മണി 1:30 ആയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ബിരിയാണി ഇതാ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കണതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് വീഡിയോ എടുത്തില്ല എന്നുള്ളത് ഓർമ്മ വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആച്ചുവിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, പിന്നെ വാപ്പിയുടെ ഫ്രണ്ട് കണ്ണൻ ചേട്ടനും വന്നിട്ടുണ്ട്. ആച്ചുവിൻ്റെ ഫ്രണ്ടിനെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ശ്രീവ എന്ന് പറഞ്ഞ കുട്ടിയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഉമ്മയും വാപ്പിയും പിന്നെ കണ്ണൻ ചേട്ടനും കൂടെയും ചാമ്പൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പൊട്ടിക്കണ കണ്ടു കഴിഞ്ഞാൽ എന്തോ കുറേ പൊട്ടിക്കണ പോലെ തോന്നും. പായൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ അവർ പൊട്ടിക്കുന്നത്. 5-6 ചാമ്പൊക്കെ പൊട്ടിക്കാനായിട്ടാണ് ഈ ഒരു സാഹസം കാണിക്കുന്നത്. പിന്നെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് ഇവർ ചാമ്പൊക്കെ പൊട്ടിക്കാനായിട്ട് നിൽക്കുന്നത്. പിന്നെ ആച്ചും ഞാനും ശ്രീവയും കൂടെ റൂമിലിരുന്ന് പാട്ട് കേൾക്കലും വർത്താനം പറയലൊക്കെ ആയിരുന്നു. ഇതാണ് അവർ പൊട്ടിച്ചിട്ടുള്ള ചാമ്പക്ക. അപ്പം ഞങ്ങൾ റൂമിലിരിക്കുന്നതിൻ്റെ ഇടയിൽ സൗണ്ട് കേട്ട് വന്ന് നോക്കിയപ്പോഴാണ് ചാമ്പക്ക പൊട്ടിക്കണ കണ്ടത്. അങ്ങനെ ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ബീച്ചിൽ പോകാൻ പോവാണ്. ഈ ഒരു കാര്യം എല്ലാ പെരുന്നാളിൻ്റെ അന്നും നമുക്ക് നിർബന്ധമുള്ളതാണ് കേട്ടോ. വേറെ എവിടെ പോയില്ലെങ്കിലും ബീച്ചിൽ നമ്മൾ പോവും. അപ്പോൾ വാപ്പി ഇവിടെ ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പോണേ കേട്ടോ. വാപ്പിയും കണ്ണൻ ചേട്ടനും വണ്ടിക്കാണ് വരുന്നത്, ഞങ്ങൾ ഓട്ടോയ്ക്കാണ്. അപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അങ്ങോട്ട് കുറച്ചധികം നേരം നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ വണ്ടി കിട്ടിയിട്ട് നമ്മൾ ബീച്ചിൽ പോകാനായിട്ട് പോവാണ്. നമ്മൾ പോണത് കൂരിക്കുഴി ബീച്ചിലേക്കാണ് കേട്ടോ. എല്ലാ പ്രാവശ്യത്തെ പെരുന്നാളിനും നമ്മൾ ആ ഒരു ബീച്ചിൽ തന്നെയാണ് ഫാമിലി മെമ്പേഴ്സും നമ്മളെല്ലാവരും മീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ആ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ആച്ചും ശ്രീവയാണെന്നുണ്ടെങ്കിൽ ഡാൻസും റീൽസൊക്കെ എടുക്കാനായിട്ട് കുറേ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം ബീച്ചിൽ വന്നാലും ആദ്യമായിട്ട് വരണ പോലത്തെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഉള്ള പ്രശ്നമായിരിക്കും, ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാനായിട്ട് കുറച്ച് മടിയാണ്. അപ്പോൾ നമ്മളൊരു 5 മണി നേരത്താണ് വന്നിട്ടുള്ളത്. നല്ല വെയിലുണ്ട് കേട്ടോ. 5 മണി ആയി എന്ന് പറഞ്ഞാലും വെയിലൊന്നും കുറഞ്ഞിട്ടില്ല. പിന്നെ ബീച്ച് ആയതുകൊണ്ട് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നടക്കാൻ ഒരു സുഖമാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത്താത്തമാരും അവരുടെ മക്കളും എല്ലാവരും വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ട് ബീച്ചൊക്കെ അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്.
പിന്നെ ആച്ചും ശ്രീവയാണെന്നുണ്ടെങ്കിൽ ഡാൻസിൻ്റെ റീലെടുക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കി നിൽക്കുകയാണ്. പെരുന്നാളായതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത് പക്ഷേ ഭയങ്കര കുറവാണ്. എന്നാലും അവർക്കിങ്ങനെ ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ കളിക്കാനായിട്ടൊരു മടി. അങ്ങനെ ഒരു സ്ഥലമൊക്കെ കിട്ടിയ ഒരു ഡാൻസിൻ്റെ റീലൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ കാറ്റാടി മരത്തിൻ്റെ കൊമ്പൊക്കെ എന്തിനോ വേണ്ടിയിട്ട് ഒടിച്ചെടുക്കുന്നുണ്ട്. ക്രാഫ്റ്റൊക്കെ തുടങ്ങിയ പിന്നെ ഇതാണ് പരിപാടി. എന്ത് കണ്ടാലും ക്രാഫ്റ്റ് ചെയ്യാന്നുള്ളൊരു മൈൻഡാണ്. പിന്നെ ആച്ചുവിനും ശ്രീവയ്ക്കും ഒരു ഡാൻസും കൂടെ റീലെടുക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ബാക്കിൽ ഒരാളിരുന്ന് കളിക്കി നോക്കിയേ, പാവം പിള്ളേരുടെ മനസ്സാ. അപ്പോൾ ആച്ചുവും ശ്രീവയും എന്താ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ് കേട്ടോ. റീലെടുക്കാനായിട്ട് ഇതുവരെ റെഡി ആയിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇത്താത്തമാരും മക്കളും ഒക്കെ വന്നിട്ടുണ്ട്. ഇവർക്കാണ് നമ്മൾ ചാമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സൂര്യൻ നല്ല റെഡ് കളറായിട്ട് അസ്തമിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മളാണെങ്കിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കസിൻസിനായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യൻ അങ്ങോട്ട് കാണാണ്ടായിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 6 മണി 6:30 ആയ സമയത്ത് നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിൽ പോവാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്രൻ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂത്താപ്പാട് അവിടെയും അമ്മായിയുടെ അവിടെയൊക്കെ ഒന്ന് കയറിയിട്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോണത്. അങ്ങനെ അമ്മായിയുടെ അവിടെ എത്തിയിട്ട് എല്ലാവരും കുറച്ച് നേരം വർത്താനവും ചിരിയും കളിയൊക്കെ ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാനായിട്ടാണെങ്കിൽ റോട്ടിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഭരണിയായിരുന്നു. അപ്പോൾ നല്ലോണം വണ്ടിയും കാര്യങ്ങളൊക്കെ റോട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും വണ്ടികൾ ഒരുമിച്ച് എവിടേക്കാണ് പോണേന്ന് ഒരു ഐഡിയ ഇല്ല. കുറേ ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എമ്പുരാൻ കാണാൻ പോവാന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു ടൈം ആയപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എമ്പുരാൻ നമ്മുടെ ക്യാൻസൽ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ പെരുന്നാളിൻ്റെ പരിപാടികൾ. നിങ്ങളുടെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് എല്ലാവരും ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്.